കഴിഞ്ഞ ഒരു വീഡിയോയിൽ ട്രംപ് സാറ് ചൈനയ്ക്ക് വിരുദ്ധമായിട്ട് 125% ടാരിഫ് ഏർപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞങ്ങോട്ട് നാക്ക് അകത്തോട്ടിട്ടില്ല. വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി 145 ആക്കിയെന്നുള്ള കാര്യം. അന്നേരം ചൈന മൗനമായിട്ടിരിക്കുവോ? ചൈന തിരിച്ച് 125% ടാരിഫ് യുഎസിന്റെ മേളിൽ ഉപരോധം ഏർപ്പെടുത്തി. പക്ഷേ ഇത് സിമ്പിൾ ടാരിഫ് വാർ അല്ല. ചൈന വേറെ ഒരു ന്യൂക്ലിയർ ഓപ്ഷൻ വരെ യൂസ് ചെയ്യാൻ പോവാണ്. ന്യൂക്ലിയർ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് വാറിനകത്തെ ന്യൂക്ലിയർ ഓപ്ഷൻ, അല്ലാതെ ബോംബല്ല കേട്ടോ. പക്ഷേ ഇത് ബോംബിനെക്കാട്ടിലും തീവ്രമായിട്ട് അമേരിക്കയെ ബാധിക്കുന്ന ഒരു സാധനമാണ്. ആ ന്യൂക്ലിയർ ഓപ്ഷനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഇന്നത്തെ വീഡിയോ. സ്റ്റേ ടിൽ ദ എൻഡ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. അപ്പോൾ നമ്മുടെ ചൈനയുടെ ന്യൂക്ലിയർ ഓപ്ഷൻ, ട്രേഡ് വാറിനകത്തുള്ള ന്യൂക്ലിയർ ഓപ്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ബോൺസ് എന്തുവാന്ന് ശരിക്കറിയണം. ബോൺസ് സാധാരണ ബോൺസ് തന്നെയല്ല, ഇതൊരു ഇന്റർനാഷണൽ ബോൺസ് ആണ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനെപ്പറ്റി ഇച്ചിരി നമുക്ക് ഹൈ ലെവൽ ഒന്ന് മനസ്സിലാക്കിയെങ്കിലേ നമുക്കിനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അന്നേരം ഈ ചൈന അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യുമ്പം ആനുവൽ ട്രേഡ് എത്രയാണെന്നറിയാമോ? കഴിഞ്ഞ 2024 $688.28 ബില്യൺ ട്രേഡ് വോളിയമാണ് ചൈന അമേരിക്ക. അതിനകത്ത് ചൈന അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന 582.4 ബില്യൺ ആണ്. പിന്നെ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന 143.5 ബില്യൺ. ഇത് ഗൂഗിളിൽ നിന്ന് നോക്കി ഞാൻ പറയുവാണ്. ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ബിക്കോസ് അതിനകത്ത് തന്നെ കാൽക്കുലേഷനകത്ത് തന്നെ 688 ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് ഇത് രണ്ടും 688 ആകുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് അമേരിക്കയിലോട്ട് ഹ്യൂജ് എമൗണ്ട് പോകുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ചൈനയിലോട്ട് കുറച്ചേ പോകുന്നുള്ളൂ. അന്നേരം ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് അമേരിക്കയിൽ. ട്രേഡ് ഡെഫിസിറ്റ് ഒരു തരത്തെ നഷ്ടക്കച്ചവടം എന്ന് തന്നെ പറയാം നമുക്ക് കേട്ടോ. അതുകൊണ്ട് ആണ് ഈ ട്രംപ് ഈ ചൈനയ്ക്ക് വിരുദ്ധമായിട്ട് സ്പെഷ്യലി ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് വെടിയുണ്ട വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അന്നേരം ഈ ചൈന അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് മറുപടിയായിട്ട് കിട്ടുന്നത് എന്തുവാണ്? ഡോളേഴ്സ്, ഗ്രീൻ ബാഗ്സ്. ഡോളേഴ്സ് കിട്ടുമ്പം ഈ ഡോളറെ ചൈന കൊണ്ട് അവിടെ വെയർ ഹൗസിൽ കുത്തിക്കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ചൈന എന്ത് ചെയ്യുമെന്നറിയാമോ? അമേരിക്കയിൽ നിന്ന് തന്നെ ട്രഷറി ബോണ്ട്സ് മേടിക്കും. ഈ ട്രഷറി ബോണ്ട്സിന് 5.25 വരെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം 4.25 വരെ എങ്ങാണ്ടേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ റെപ്പോ റേറ്റ് ഫെഡറൽ റിസർവിൻ്റെ ഈ ചേഞ്ചസ് നടത്തില്ല. അതിൻ്റെ ബേസിസിൽ അത് മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോകും. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന ആ റേറ്റിൽ അതിനകത്ത് ബോണ്ട്സിനകത്ത് എഴുതിയിരിക്കുന്നത് തന്നെയാണ് നമുക്ക് ആ ബോണ്ടിൻ്റെ അവസാനം വരെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അന്നേരം ചൈനയുടെ കയ്യിൽ $1.3 ട്രില്യൺ ബോണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് $760 ബില്യൺ ബോണ്ടുണ്ട്. അന്നേരം ഈ ബോണ്ട്സ് ചൈന എന്ത് ചെയ്യുമെന്നറിയാമോ? അമേരിക്കയ്ക്ക് ഒരു പേടിയുണ്ട്. ചൈന ഇതങ്ങ് ഓഫ്ലോഡ് ചെയ്യും. വേണ്ട, ഇത് മാർക്കറ്റിൽ ഞാൻ അങ്ങ് വിൽക്കുകയാണ് ഈ $760 ബില്യൺ ബോണ്ട്സ്. ഇത് വിൽക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ ബോണ്ട്സിന്റെ വാല്യൂ അങ്ങ് താഴോട്ട് വരും. ഇപ്പം നമുക്ക് ഈ ലോക്കൽ ഇവിടുത്തെ ബോണ്ട്സ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ മറ്റേ പ്രൈവറ്റ് NCD ബോണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഡിമാറ്റ് അക്കൗണ്ടിൽ വരും. പക്ഷേ അതിൻ്റെ ആ മാർക്കറ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ വെൻ വി പർച്ചേസ്ഡ്. ബിക്കോസ് മാർക്കറ്റിൽ അങ്ങനെയാണ് ബോണ്ട്സിന്റെ കാര്യത്തിൽ. പക്ഷേ അന്നേരം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു $1000 ഒരു ബോണ്ടുണ്ട്. അതിനൊരു 5% അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. $1000 ബോണ്ടിന് 5% ഇൻട്രസ്റ്റ് ഉണ്ട്. അന്നേരം മാർക്കറ്റിൽ ചൈന കൊണ്ട് വിൽക്കുമ്പം ചൈന ചിലപ്പോൾ ഇത് $900 വിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുക. അന്നേരം വാങ്ങുന്ന ആൾക്ക് എന്താണ്, $900 കൊടുത്ത് വാങ്ങി, എന്നിട്ട് 1000ന്റെ 5%, അതിൻ്റെ അർത്ഥം $50 കിട്ടും. മനസ്സിലായോ? വാങ്ങുന്ന ആൾക്കാർക്ക് തൽക്കാലം ലാഭമാണ്. പക്ഷെ വിൽക്കുന്ന ആൾക്ക് അതൊരു നഷ്ടമാണെങ്കിലും തലവേദന ഒഴിഞ്ഞു കിട്ടിയെന്നുള്ള രീതിയിൽ അതങ്ങ് പോവുകയാണ്. എന്തിനാണ് വിൽക്കുന്ന ആൾക്ക് തലവേദന ഒഴിഞ്ഞു കിട്ടുന്നതെന്ന് വിചാരിക്കുന്നതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? അവിടാണ് മാർക്കറ്റ് സ്റ്റെബിലിറ്റിയും ആ സെക്യൂരിറ്റി ഓഫ് ദ ബോണ്ടിന്റെ റേറ്റിംഗ് വരുന്നത്. ഒത്തിരി പേര് ഇതങ്ങ് വിൽക്കുകയാണെങ്കിൽ എന്തറിയാമോ?
അമേരിക്കൻ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ഇവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മീൻ എടുക്കുക. ലെറ്റ്സ് തിങ്ക് സിമ്പിൾ ഒരു ചാളയുടെ റേറ്റ് എത്ര? $250 എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം അങ്ങ് ചാകര വരുവാ. ഒത്തിരി ചാള മാർക്കറ്റിലോട്ട് വരികയാണ്. അന്നേരം അവരെ 250 വിൽക്കുന്നത്. പിന്നെ അത് 150 വിൽക്കുന്നത്. ബിക്കോസ് അത് സപ്ലൈ കൂടി കഴിയുമ്പോഴത്തേക്ക് അതിന് റേറ്റ് ഇടുകയാണ്. അതുപോലെ തന്നെയാണ് ഈ ബോണ്ട് മാർക്കറ്റിൽ ബോണ്ട് വർക്ക് ചെയ്യുന്നത്. അന്നേരം ചൈന ഇപ്പം ചെയ്യാൻ പോകുന്നത് എന്തുവാന്നുള്ള കാര്യം, അത് യൂറോപ്യൻ യൂണിയനും കൂടെ ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ചൈന ചെയ്യാൻ പോകുന്നത്. അത് പല ന്യൂസ് മീഡിയകളിലും അവർ ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. അവർക്ക് തന്നെ ഗതി കെട്ടിരിക്കുക ഇതെങ്ങനെയായി നടക്കുന്നതെന്നുള്ള കാര്യം. സോ സ്റ്റേ ടിൽ ദ എൻഡ് ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ. പക്ഷേ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലല്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ? ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനൊരു പ്രശ്നമാണ് കേട്ടോ. ഷെയർ വിത്ത് അതേഴ്സ് ആസ് വെൽ. ലെറ്റ്സ് കണ്ടിന്യൂ. ഏതെങ്കിലും ഒരു കൺട്രി വേറെ ഒരു കൺട്രിയുടെ ട്രഷറി ബോണ്ട്സ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ മറ്റേ കൺട്രി ഉണ്ടല്ലോ ട്രഷറി ബോണ്ട്സ് ഏതിൻ്റെയാ വാങ്ങുന്നത്, ആ കൺട്രിയുടെ സ്റ്റെബിലിറ്റിയും ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയും ഒക്കെയാണ് അതിന്റെ ആ സ്റ്റാൻഡേർഡ്. ഇപ്പൊ ലോകത്തിന്റെ റിസർവ് കറൻസി ഡോളർ ആണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതിന്റെ കാരണം അമേരിക്കൻ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി, അമേരിക്കൻ ഗവൺമെന്റിന്റെ ആ സ്റ്റാൻഡേർഡ് കാരണമാണ് നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മളല്ല സാധാരണ ഗവൺമെന്റ്സ് പോയി അമേരിക്കൻ ഗവൺമെന്റിന്റെ ട്രഷറി ബോണ്ട്സ് വാങ്ങുന്നത്. അതുകൊണ്ടല്ലേ പല കൺട്രീസിന്റെ ഗോൾഡ് തന്നെ അമേരിക്കയിലും ബ്രിട്ടനിലുമാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സെക്യൂരിറ്റി. ഇപ്പൊ ഇന്ത്യ ഇപ്പം കുറെ ഗോൾഡൊക്കെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഫോർട്ട് നോക്സിലും അങ്ങനെ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ആയിരുന്നു, ലണ്ടനിലും ഒക്കെ ആയിരുന്നു കൊണ്ടുവച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ റീസെന്റ് നിങ്ങൾ ഒരു ന്യൂസ് ഐറ്റം കേട്ട് കാണുമായിരിക്കും. ജർമ്മനി അവരുടെ 120 ടൺസ് ഓഫ് ഗോൾഡ് അമേരിക്കയിൽ തിരിച്ചു വാങ്ങിക്കുന്നുണ്ട്. ഇഞ്ച് കൊണ്ടുവന്നേരും, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചേരെ, ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജർമ്മനി പറയുന്നത്. അന്നേരം ഈ ചൈന എന്ത് ചെയ്യുന്നറിയാവോ? യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ഫൈനൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന വാണ്ട്സ് ടു ചേഞ്ച് ഡോളർ ആസ് ദ റിസർവ് കറൻസി ടു യൂറോ. ഡോളറിൽ നിന്ന് യൂറോ വേൾഡ് റിസർവ് കറൻസി ആക്കുവാനായിട്ടാണ് ചൈന പരിപാടി പറ്റിക്കുന്നത്. അതാണ് റിയൽ ന്യൂക്ലിയർ ഓപ്ഷൻ. ബിക്കോസ് ഡൊണാൾഡ് ട്രംപ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഡൊണാൾഡ് ട്രംപിന് ഒരു റോ നെർവ് ഉണ്ട്. ആ റോ നെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ റിസർവ് കറൻസി അല്ലെങ്കിൽ വേൾഡ് റിസർവ് കറൻസി ഡോളർ ഇന്ന് മാറ്റുവാൻ പറ്റത്തില്ല. പുള്ളി ഭയങ്കര ബഹളം ഉണ്ടാക്കി ആക്ഷനൊക്കെ എടുക്കുന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ അത് സത്യമായിട്ടും ചൈന ചിലപ്പം പുൾ ഓഫ് ചെയ്യാൻ നല്ല കാര്യമുണ്ട്. ബിക്കോസ് ഇപ്പം യൂറോപ്യൻ യൂണിയന് വിരുദ്ധമായിട്ടും ഇത് നമ്മുടെ ട്രംപ് 20% ടാരിഫ് ഏർപ്പെടുത്തി. ഇപ്പം ഈ പോസിനകത്ത് ആ 20% ഒക്കെ പോയെങ്കിലും യൂറോപ്യൻ യൂണിയന് മനസ്സിലായി തുടങ്ങി ഈ അമേരിക്ക അല്ലെങ്കിൽ ട്രംപിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ബാക്ക് എൻഡിൽ ചൈനയും യൂറോപ്യൻ യൂണിയനും പല എഗ്രിമെന്റ് നടത്തിയിട്ടുണ്ട്. എഗ്രിമെന്റ് നമ്പർ 1, ചൈനയുടെ വലിയൊരു കാർ കമ്പനിയാണ് BYD. EV കാർ കമ്പനിയാണ് ബിൽഡ് യുവർ ഡ്രീംസ്. ആ കമ്പനിയുടെ മുകളിൽ യൂറോപ്പ് 45% ടാരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നായിരുന്നു പണ്ട് തൊട്ടേ. ആ ടാരിഫ് പെയ്യെ അങ്ങ് മാറുകയാണ്. കാരണം എന്താണ്? BYDയോടുള്ള പ്രത്യേക സ്നേഹമൊന്നുമല്ല, ഇവർ രണ്ടുപേരും കൂടി അമേരിക്കയ്ക്ക് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അന്നേരം ആ പണിക്കകത്ത് ടെസ്ലയാണ് ഷൂട്ട് ചെയ്യുന്ന ഈ കാര്യം. ടെസ്ലയെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ കൊള്ളും? എന്നുവെച്ചാൽ ഇലോൺ മസ്കിന്റെ മുകളിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രംപ് സാറിനും കൊള്ളുമല്ലോ. അതാണ് എഗ്രിമെന്റ് നമ്പർ 1. പക്ഷെ അതൊരു സ്മോൾ എഗ്രിമെന്റ് ആണ്. ദ ബിഗർ വൺ ഇസ് കമ്മിങ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സെക്കൻഡ് വൺ. ചൈനീസ് ഗവൺമെന്റ് മീഡിയയിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ചൈന ഫുൾ പ്രിപ്പയർഡ് ആണെന്നുള്ള കാര്യം. അവരുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെയൊക്കെയാണ്: എവറിഥിങ് ഈസ് നൗ ഓൺ ദ ടേബിൾ, വി ആർ പ്രിപ്പയർഡ് ടു ടേക്ക് ദിസ് ഫൈറ്റ് ടിൽ ദ വെരി എൻഡ്. ഇങ്ങനെയൊക്കെ ഉള്ള വാചകങ്ങളാണ് ചൈന ഗവൺമെന്റിന്റെ മൗത്ത് പീസിൽ നിന്നൊക്കെ വരുന്നത്. അന്നേരം വേറെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറും കൂടെ സൈഡിൽ കാണുന്നുണ്ട്. ഫോബ്സ് മാഗസിൻ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. US ട്രഷറി ബോണ്ട്സ് അധികമായിട്ട് മാർക്കറ്റ് ഇപ്പം വിൽക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം. ആര് വിൽക്കുന്നു, എത്ര വിൽക്കുന്നു, ആ ഡേറ്റ ഒന്നും ഫോബ്സ് മാഗസിൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സസ്പിഷൻ എങ്ങോട്ടാണ്? ചൈനയാണ് ഇത് ഓഫ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇത് നമ്മൾ അറിയുന്നത്. അത് ഓൾ ഓഫ് എ സഡൻ $760 ബില്യൺ ഒന്നുമല്ല പോകുന്നത്. 1, 2, 3, 4, $5 ബില്യൺ പയ്യെ ഇവരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഓൾ ഓഫ് എ സഡൻ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിക്കുന്ന ബോണ്ട്സിന്റെ വാല്യൂ കൂടെ ഇടിഞ്ഞു വീഴുമല്ലോ.
അതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്. പക്ഷേ അത് ഗ്രാജ്വലി ഒരു ടാപ്പിൽ നിന്ന് ചോർന്നു പോകുന്ന പോലെ അവരങ്ങ് ഓഫ്‌ലോഡ് ചെയ്യുകയാണ്. ഓഫ്‌ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ ഡോളറും വാട്ടെവർ കംസ് ടു ദം ആഫ്റ്റർ ദാറ്റ്, അതും കൊണ്ട് അവരെന്ത് ചെയ്യും? അവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോണ്ട്സ് ഒരു തരം ഷിഫ്റ്റ് നടത്തും. അതുകൊണ്ട് വേറെ ഒരു സ്ഥലത്ത് ബോണ്ട്സ് മേടിക്കും. ബിക്കോസ് ഈ കാശ് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ബോണ്ട്സ് ആണെങ്കിൽ അത് ഇൻട്രസ്റ്റും വരും. പിന്നെ ഒരു സേഫ്റ്റി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. അന്നേരം അമേരിക്കയെക്കാട്ടിലും സേഫായിട്ട് ഏതാണ് രാജ്യം സാറേ? അങ്ങനെ ഒരു ചോദ്യം വരും. അന്നേരം ഇപ്പോൾ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾട്ടർനേറ്റീവ് ഡെറ്റ് ബോണ്ട് ഉണ്ടല്ലോ, ഇത് അമേരിക്കയെക്കാട്ടി സേഫ് ആയിരിക്കണം. രണ്ടാമത് ആ കൺട്രി ഉണ്ടല്ലോ, നമ്മളെ ഡെറ്റ് കൊടുക്കുന്ന കൺട്രി, അവർക്ക് ഡെറ്റ് വേണമല്ലോ. വേണ്ടെങ്കിൽ നമ്മളത് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അമേരിക്കയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക വാസ് ദ ഹൈയസ്റ്റ് ഡെറ്റർ. അതിങ്ങനെ ഡെറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയാണത്. പക്ഷേ ഇതിന് ഈ ഒരു കൺട്രിക്ക് ഡെറ്റും കൂടെ വേണമല്ലോ. അങ്ങനെ ഒരു കൺട്രിയെ കണ്ടുപിടിക്കണം. പിന്നെ ആ കൺട്രിയിൽ ചൈനയുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യണമല്ലോ. ചൈനയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ട്സ് കൊണ്ട് ഓഫ്‌ലോഡ് ചെയ്യുക, സെല്ല് ചെയ്യുക, ചീപ്പായിട്ട് ഡംപിങ് ചെയ്യുക. ഈ വക കാര്യങ്ങളൊക്കെ നടത്തണം. എന്നിട്ട് ഈ കാര്യങ്ങൾ നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനകത്തെ ടോപ്പ് കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയാണ്. ജർമ്മനിയുടെ ബോണ്ട്സ് യുഎസ് ട്രഷറി ബോണ്ട്സിനെക്കാട്ടിയും സേഫ് ആൻഡ് സെക്യൂർ ആണ്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് യുഎസ് ട്രഷറി ബോണ്ട്സ് ജർമ്മൻ ബോണ്ട്സിനെക്കാട്ടിലൊക്കെ വളരെ താഴെയാണ്. മനസ്സിലായോ? യുഎസ് ട്രഷറി ബോണ്ട്സ് വെറും ചൈനയുടെ ബോണ്ടിനെക്കാട്ടിലേ ഉള്ളൂ ഉയർന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ജപ്പാന്റേതും മറ്റ് യൂറോപ്യൻ കൺട്രീസിന്റെ എല്ലാം ബോണ്ട്സ് ഈസ് ബെറ്റർ ദാൻ യുഎസ് ട്രഷറി ബോണ്ട്സ്. അതെന്താണെന്നറിയാമോ? നമ്മുടെ ട്രംപ് സാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു അമേരിക്കയുടെ മുകളിൽ. ബിക്കോസ് ട്രംപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പറയുന്ന പോലെ അല്ലല്ലോ നാളെ പറയുന്നത്. അന്നേരം ഒരു കൺട്രിയും അമേരിക്കയിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദേ ആർ റെഡി ടു ഓഫർ ദെയർ മാർക്കറ്റ്സ് ടു ചൈന. എന്നിട്ട് യൂറോപ്യൻ യൂണിയന് ഡെറ്റും കൂടെ വേണം. അവർ പണ്ട് ഡെറ്റ് കൊടുത്തോണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് ഡെറ്റ് വേണം. കാരണം എന്താണെന്നറിയാമോ? ഈ അമേരിക്കയെ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർക്കിപ്പോൾ ഈ നാറ്റോ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതൊന്നും നടപ്പിലാകത്തില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ദേ വിൽ ഹാവ് ടു ഇൻഡിജിനൈസ് ദെയർ ഓൺ ഡിഫൻസ്. അവരുടെ സ്വന്തം ഡിഫൻസിനെ അവർ ശക്തിപ്പെടുത്തുവാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അന്നേരം ഡിഫൻസിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ നല്ലപോലെ കാശ് വേണമല്ലോ. സോ $800 ബില്യൺ ഡെറ്റിന്റെ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുവാനാണ് ജർമ്മനി തീരുമാനിച്ചിരിക്കുന്നത്. ആ 800 ബോണ്ട്സ് ബില്യൺ ബില്യൺ യൂറോയുടെ ഡെറ്റാണ്. ബിക്കോസ് യൂറോ ഡോളറിനെക്കാട്ടിലും ഇച്ചിരൂടും കോസ്റ്റ്ലിയാണ്. അത് ചൈനയാണ് ഇപ്പം കൊടുക്കാൻ പോകുന്നത്. ബിക്കോസ് ചൈന അവിടുന്ന് ഈ ബോണ്ട്സ് റിലീസ് ചെയ്തിട്ട് വരും. എന്നിട്ട് അവരുടെ ഈ എക്സ്പോർട്ട് ഇവിടെ നടത്തി കഴിഞ്ഞിട്ട് ഈ ലാഭം കിട്ടുമല്ലോ, അത് ജർമ്മനിയുടെ ബോണ്ട്സിലോട്ട് അങ്ങിടും. ഗ്രാജ്വലി നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോ ബിക്കംസ് ദ വേൾഡ് റിസർവ് കറൻസി. ബിക്കോസ് ചൈനയും യൂറോപ്പും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അമേരിക്കയുടെ പണി പോകും. അമേരിക്ക കനോട്ട് ഹോൾഡ് ഓൺ ടു ദ റിസർവ് കറൻസി. ഈ റഷ്യയ്ക്ക് പഴയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. റഷ്യയും കൂടെ ചിലപ്പോൾ ചൈനയുടെ കൂടെ അങ്ങ് ചേർന്നെന്നിരിക്കും. സോ ഗ്രാജ്വലി ദ വേൾഡ് ഇസ് ഷിഫ്റ്റിംഗ് ഫ്രം എ US സെൻട്രിക് ഡോളർ പോളിസിയിൽ നിന്ന് ഇങ്ങോട്ട് യൂറോനെ വേൾഡ് റിസർവ് കറൻസി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് റിയൽ ന്യൂക്ലിയർ ഓപ്ഷൻ. ട്രംപിന് ഇച്ചിരി പണി കിട്ടിയെന്ന് വരും. ഈ ഷീറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇതിനകത്ത് നമുക്ക് കാണാം ചൈനയുടെയാണ് ഈ ഏറ്റവും ബിഗ് ആയിട്ടുള്ള ആ ലൈന്, റെഡ് ലൈൻ. ആ റെഡ് ലൈൻ്റെ ഏറ്റവും അറ്റം റൈറ്റ് എൻഡ് നമ്മൾ നോക്കണം എല്ലാത്തിൻ്റെയും. ചൈനയുടെ ആ റെഡാണ്, US-ൻ്റെ ബ്ലൂ ആണ്, പല കൺട്രീസിൻ്റെ ഉണ്ട്. ജർമ്മനിയുടെയാണ് ഏറ്റവും താഴെ കിടക്കുന്ന ആ ലൈന്, ലൈറ്റ് ഗ്രീൻ. ലൈറ്റ് ഗ്രീൻ ആണ്, മെഹന്തി ഗ്രീനാ, വാട്ട് എവർ ഇറ്റ് ഈസ്. അതിൻ്റെ അർത്ഥം ഇത് ഇൻഷുറൻസിൻ്റെ ഒരു ചാർട്ടാണ്. ഇപ്പോൾ ചൈനയുടെ ബോണ്ട് വാങ്ങിച്ചിട്ട് നമ്മളൊരു ഇൻഷുറൻസ് വാങ്ങുവാണെങ്കിൽ ഏറ്റവും ഹൈ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ബിക്കോസ് ചൈനയുടെ ബോണ്ട് കൂടുതലായിട്ടും അത് ഡിഫോൾട്ട് ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് ഇൻ ലൈൻ കിടക്കുന്നതാണ് നമ്മുടെ US-ൻ്റെ ഡിഫോൾട്ട് ലൈൻ. US-ൻ്റെ ഇൻഷുറൻസ് പ്രീമിയം ഈസ് ഓൾസോ വെരി ഹൈ. എന്നാൽ നിങ്ങൾ ജർമ്മനിയുടെ നോക്ക്, ഏറ്റവും അവസാനം കിടക്കുന്നത്. അത് നേരത്തെ ഉള്ള ഒക്ടോബർ 2024 ആണ് ഈ ഫ്രണ്ടിലെ ചാർട്ട്. പിന്നെ അവസാനം ഏപ്രിലിൻ്റെ ആണ്. അന്നേരം ഒക്ടോബർ 24 ആ ലെവൽ തന്നെയാണ്, അതിൽ ഇച്ചിരൂടും കൂടുതലാണ് ജർമ്മനിയുടെ. അന്നേരം നമ്മൾ ആരെങ്കിലും ഇച്ചിരി സെൻസ് ഉള്ളവർ ആരെങ്കിലും ഈ അമേരിക്കയുടെ ട്രഷറി ബോണ്ട്സിൽ ഇപ്പം അവർ ഡിപ്പെൻഡ് ആകും? ഇല്ല. നാച്ചുറലി എവറി കൺട്രി വിൽ മൂവ് ഔട്ട് ഓഫ് ദ US ട്രഷറി ബോണ്ട്സ്.
അങ്ങനെ യുഎസിന് ഒരു പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചൈന. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുവാനായിട്ട് പ്രശ്നമില്ലല്ലോ. പ്ലീസ്. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. ടിൽ വി മീറ്റ് അഗൈൻ. പീസ്.